ജനനായകന്റെ റിലീസ് പ്രതിസന്ധി ചോദ്യം ചെയ്ത് നിർമ്മാതാക്കൾ നൽകിയ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. നിർമ്മാതാക്കളായ KVN പ്രൊഡക്ഷൻസ് LLP നൽകിയ ഹർജിയാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത്. പ്രദർശനാനുമതിയിൽ തീരുമാനമെടുക്കുന്നതിന് സ്റ്റേ നൽകിയ മദ്രാസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ് റദ്ദാക്കണമെന്നാണ് നിർമ്മാതാക്കളുടെ ആവശ്യം. പിയ സുനിലുണ്ട്. പിയ സുനിൽ, വെരി ഗുഡ് മോർണിംഗ്. പിയ സുനിൽ, ജനനായകന് വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടരുകയാണ്. പടത്തിന് എന്തായാലും ദേശീയ തലത്തിൽ തന്നെ വലിയ പ്രചാരം കിട്ടി ഈ കേസുകൊണ്ട്. പക്ഷേ നിശ്ചയിച്ച സമയത്ത് പടം പുറത്തിറക്കിയില്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ടല്ലോ. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി ഇരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് പടം 100 കോടി കളക്ട് ചെയ്യും എന്ന മട്ടിലാണ്. അതിനും അപ്പുറത്തേക്ക് പോയേക്കാം എന്നുള്ളതാണ്. ബ്രഹ്മാണ്ഡ ചിത്രം എന്ന നിലയിലേക്കാണ് പ്രചരിപ്പിക്കുന്നത്. സിനിമ കാണാൻ നമ്മളും തയ്യാറെടുത്തിരിക്കുകയാണ്. വിജയ് ആരാധകരെ നിരാശരാക്കുന്നതോ അല്ലെങ്കിൽ സന്തോഷിപ്പിക്കുന്നതോ ആയ ഒരു തീരുമാനം ഒരുപക്ഷെ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നേക്കാം. അരുൺ, ഗുഡ് മോർണിംഗ്. ഏതായാലും പൊങ്കൽ ആഘോഷങ്ങൾക്കിടയിൽ തമിഴ്നാട്ടിൽ ആവേശം പരത്തുന്നതാകും ജനനായകൻ എന്നാണ് നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത്. ഇപ്പോൾ പൊങ്കൽ ആഘോഷ പരിപാടികൾ തമിഴ്നാട്ടിൽ തുടരുകയാണ്. ഏതായാലും ആ ഒരു പശ്ചാത്തലത്തിൽ വളരെ നിർണായകമായിരിക്കും ഇന്നത്തെ സുപ്രീം കോടതിയുടെ തീരുമാനം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും സുപ്രീം കോടതിയിൽ നിന്ന് നീതി ലഭിക്കും എന്ന പ്രതീക്ഷയാണ് ഈ സിനിമയുടെ നിർമ്മാതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നത്. വെങ്കട്ട് നാരായണാണ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഏതായാലും ഈ സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്ന ഹർജിയിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് സെൻസർ ബോർഡ് അനാവശ്യമായി അസാധാരണമായി ഈ സിനിമയുടെ റിലീസ് തടസ്സപ്പെടുത്താനുള്ള നീക്കങ്ങൾ നടത്തുന്നു. 10 ഭേദഗതികൾ സെൻസർ ബോർഡ് നിർദ്ദേശിച്ചതാണ്. ആ ഭേദഗതികൾ നടപ്പാക്കിയിട്ട് പോലും സെൻസർ സർട്ടിഫിക്കറ്റ് നൽകാനുള്ള നീക്കം സെൻസർ ബോർഡിൽ നിന്ന് ഉണ്ടാകുന്നില്ല. നേരത്തെ മദ്രാസ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് കഴിഞ്ഞ 9-ാം തീയതി സിനിമയ്ക്ക് അടിയന്തരമായി സെൻസർ സർട്ടിഫിക്കറ്റ് നൽകാനുള്ള നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ഡിവിഷൻ ബെഞ്ച് ആ ഒരു ഉത്തരവ് സ്റ്റേ ചെയ്യുകയായിരുന്നു. അതിനെതിരെയാണ് ഇപ്പോൾ നിർമ്മാതാക്കൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഏതായാലും മദ്രാസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് അടിയന്തരമായി സ്റ്റേ ചെയ്യുക, സെൻസർ ബോർഡിന് നിർദ്ദേശം നൽകുക, എത്രയും പെട്ടെന്ന് ഈ സിനിമ റിലീസ് ചെയ്യാനുള്ള സെൻസർ സർട്ടിഫിക്കറ്റിനായി. ഏതായാലും അക്കാര്യത്തിൽ സുപ്രീം കോടതി പെട്ടെന്ന് ഒരു ഇടപെടൽ ഇന്ന് നടത്തുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതും അതാണ്. ഏതായാലും സെൻസർ ബോർഡിന് നോട്ടീസ് അയച്ചുകൊണ്ട് കേസ് മറ്റൊരു ദിവസത്തേക്ക് സുപ്രീം കോടതി മാറ്റിവെച്ചാൽ അത് തീർച്ചയായും ഈ സിനിമയുടെ നിർമ്മാതാക്കൾക്കും ഈ സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവർക്കുമൊക്കെ തന്നെ വലിയ തിരിച്ചടിയായിരിക്കും. അത്തരമൊരു തീരുമാനത്തിലേക്ക് പോകാതെ ഇന്ന് തന്നെ ഒരു ഇടക്കാല ഉത്തരവ് ഉണ്ടാകണം എന്നായിരിക്കും ഈ കേസിൽ നിർമ്മാതാക്കളുടെ അഭിഭാഷകർ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെടുക. ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ 2-അംഗ ബെഞ്ചാണ് ഇന്ന് ഈ കേസ് പരിഗണിക്കുന്നത്.